T20 ക്രിക്കറ്റിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല. തുടർച്ചയായ തോൽവികൾ ടീമിനെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഏറെക്കാലമായി ലോക ഒന്നാം നമ്പർ ടീം എന്ന സ്ഥാനം കൈവശം വെച്ചിരുന്ന ഇന്ത്യക്കിപ്പോൾ ആ നേട്ടവും നഷ്ടമായിരിക്കുകയാണ്. ഇതോടെ ആരാധകരും മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും ഒരുപോലെ ടീമിന്റെ പ്രകടനത്തെയും നേതൃത്വത്തെയും കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ ഭാവിയും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അയർലാൻഡ് പര്യടനവും ഇംഗ്ലണ്ട് പര്യടനവും ഇന്ത്യക്ക് പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. അയർലാൻഡിനെതിരായ 2 T20 മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയിക്കാനായില്ല. അതിന് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലും ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു. 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ ഇന്ത്യ തോറ്റു. ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടു. ഇതോടെ തുടർച്ചയായി 6 T20 മത്സരങ്ങളിൽ ജയിക്കാനാകാതെ ഇന്ത്യ മടങ്ങി. ഈ ഫോർമാറ്റിൽ ഇന്ത്യക്ക് ഇത്രയും മോശം തുടർച്ച വളരെ അപൂർവമാണ്. ഈ തോൽവികളുടെ ഫലമായി ഇന്ത്യക്ക് ICC T20 റാങ്കിങ്ങിലെ 1-ാം സ്ഥാനവും നഷ്ടമായി. ഏകദേശം 4.5 വർഷത്തിലേറെയായി ഇന്ത്യ കൈവശം വച്ചിരുന്ന 1-ാം സ്ഥാനമാണ് ഇപ്പോൾ വിട്ടുകൊടുക്കേണ്ടി വന്നത്. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ടീമിന്റെ പുതിയ നായകനായ ശ്രേയസ് അയ്യർക്കും ഈ സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദമാണ്. നായകസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ടീമിന് വിജയങ്ങൾ നേടിക്കൊടുക്കാൻ ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുകയാണ്. ഒരു ടീമിന്റെ തോൽവിക്ക് ഒരാൾ മാത്രം ഉത്തരവാദിയല്ലെങ്കിലും നായകൻ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ സ്വാഭാവികമായും അദ്ദേഹത്തിലേക്കാണ് പോകുന്നത്. ഇനി ഇന്ത്യയുടെ അടുത്ത വെല്ലുവിളി സിംബാബ്വെ പര്യടനമാണ്. ഈ പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തുക എന്നത് ടീമിനും ശ്രേയസ് അയ്യർക്കും വളരെ പ്രധാനമാണ്. ഇന്ത്യ പരമ്പര വിജയിച്ചാൽ ടീമിനും നായകനും ആത്മവിശ്വാസം തിരികെ ലഭിക്കും. എന്നാൽ ഇവിടെ പോലും മോശം ഫലമുണ്ടായാൽ നായകസ്ഥാനത്ത് നിന്ന് മാറ്റം വരണമെന്ന് ആവശ്യം ശക്തമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത നായകൻ ആരായിരിക്കുമെന്ന ചർച്ചയും ഇതിനോടകം സജീവമായി കഴിഞ്ഞു. നിരവധി പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിൽ ആദ്യം പറയുന്ന പേര് സഞ്ജു സാംസന്റേതാണ്. സഞ്ജു സാംസൺ വർഷങ്ങളായി ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ്. അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. IPL രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി വർഷങ്ങളായുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ട്. സമ്മർദ്ദമുള്ള സാഹചര്യത്തിലും ശാന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നായകനെന്നാണ് സഞ്ജുവിനെ പലരും വിലയിരുത്തുന്നത്. വിക്കറ്റ് കീപ്പറും മികച്ച ബാറ്ററുമായ സഞ്ജുവിന് ടീമിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ടീമിലെ സീനിയർ താരങ്ങളിൽ ഒരാളായതിനാൽ യുവതാരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അദ്ദേഹത്തിന് കഴിയുമെന്ന് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ടാണ് ശ്രേയസിന് പകരം സഞ്ജുവിനെ പരിഗണിക്കണമെന്ന അഭിപ്രായം ശക്തമാകുന്നത്. മറ്റൊരു പ്രധാന പേരാണ് ഹർദിക് പാണ്ഡ്യ. ഇന്ത്യയെ മുൻപ് T20 നയിച്ച അനുഭവം ഹർദിക്കിനുണ്ട്. IPL ഗുജറാത്ത് ടൈറ്റൻസിനെ ആദ്യ സീസണിൽ തന്നെ കിരീടത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന്റെ വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നനായ നായകനായി ഹർദിക്കിനെ വീണ്ടും പരിഗണിക്കാമെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഹർദിക്കിന്റെ കാര്യത്തിൽ ചില ആശങ്കകളുമുണ്ട്. പരുക്കുകൾ കാരണം അദ്ദേഹം പലപ്പോഴും ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനായപ്പോൾ ടീമിന്റെ പ്രകടനം നിരാശാജനകമായിരുന്നു. ആയതിനാൽ നായകസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളും BCCI വിലയിരുത്തും. അതേസമയം ഭാവി മുന്നിൽ കണ്ട് യുവനായകനെ വളർത്തണമെന്ന തീരുമാനവും BCCIക്ക് എടുക്കാം. അങ്ങനെ വന്നാൽ അഭിഷേക് ശർമ്മയും ശുഭ്മൻ ഗില്ലും പ്രധാന സ്ഥാനാർത്ഥികളായി വരും. ശുഭ്മൻ ഗിൽ ഇതിനകം തന്നെ ഇന്ത്യൻ ടീമിന്റെ പ്രധാന താരമായി മാറിക്കഴിഞ്ഞു. ഏകദിനത്തിലും ടെസ്റ്റിലും അദ്ദേഹം നേതൃചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. T20 ടീമിന്റെയും നായകനായാൽ 3 ഫോർമാറ്റിലും ഒരേ നായകൻ എന്ന നേട്ടം ഇന്ത്യക്ക് ലഭിക്കും. ഇത് ടീമിന്റെ പദ്ധതികൾക്കും സ്ഥിരതയ്ക്കും സഹായകരമാകുമെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. അഭിഷേക് ശർമ്മയും ഭാവിയിലെ വലിയ പ്രതീക്ഷയാണ്. ആക്രമണ സ്വഭാവമുള്ള ബാറ്റിംഗും ആത്മവിശ്വാസവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നു. ദീർഘകാലം മുന്നിൽ കണ്ടുള്ള പദ്ധതിയാണെങ്കിലും അഭിഷേക് പോലുള്ള യുവതാരങ്ങളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും BCCI ആലോചിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം ചർച്ചകൾ മാത്രമാണ്. അന്തിമ തീരുമാനം ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങളിലെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. സിംബാബ്വെ പര്യടനവും തുടർന്ന് നടക്കുന്ന ടൂർണമെന്റുകളും സെലക്ഷൻ കമ്മിറ്റിക്കും പരിശീലകൻ ഗൗതം ഗംഭീറിനും വ്യക്തമായ ചിത്രം നൽകും. ടീമിന്റെ പ്രകടനം മെച്ചപ്പെട്ടാൽ നിലവിലെ നേതൃത്വത്തിന് കൂടുതൽ സമയം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ T20 ടീം ഇപ്പോൾ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തുടർച്ചയായ തോൽവിക്ക് ടീമിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരാനുള്ള അവസരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ശ്രേയസ് അയ്യർക്ക് മുന്നിലുള്ള സിംബാബ്വെ പരമ്പര വളരെ പ്രധാനപ്പെട്ട പരീക്ഷണമായിരിക്കും. അതേസമയം സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, ശുഭ്മൻ ഗിൽ, അഭിഷേക് ശർമ്മ തുടങ്ങിയ പേരുകൾ ഭാവിയിലെ നായകസ്ഥാനത്തിനായി ചർച്ചയിലുണ്ട്. എന്നാൽ ആരാകും അടുത്ത നായകൻ എന്നത് വരാനിരിക്കുന്ന മത്സരങ്ങളിലെ പ്രകടനവും BCCIയുടെ തീരുമാനവും അനുസരിച്ചായിരിക്കും. ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം: ടീം വീണ്ടും വിജയ വഴിയിലേക്ക് മടങ്ങി ലോക ക്രിക്കറ്റിൽ തന്നെ ശക്തമായ സ്ഥാനം തിരിച്ചു പിടിക്കണമെന്നാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.